2024 ഓഗസ്റ്റ് 14 കൊല്ലം കുണ്ടറയിലെ വീട്ടിൽ 23-കാരൻ അഖിൽകുമാറും അമ്മ പുഷ്പലതയും മുത്തച്ഛൻ ആന്റണിയും മാത്രം. പട്ടാപ്പകലാണ്. ലഹരിക്കടിമയായ അഖിൽകുമാർ വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനാണ്. കഞ്ചാവ് വാങ്ങാൻ വീട്ടുകാരോട് പണം ആവശ്യപ്പെട്ടു. പക്ഷേ കിട്ടിയില്ല. പ്രകോപിതനായ അയാൾ 75-കാരനായ മുത്തശ്ശനെ ക്രൂരമായി ആക്രമിച്ചു. മരണത്തിന്റെ വക്കിലെത്തിയിട്ടും അലറിക്കരഞ്ഞിട്ടും അഖിൽകുമാറിന്റെ കലി അടങ്ങിയില്ല. അത്രയും ആക്രമണം നടത്തി അയാൾ കൂസലില്ലാതെ അടുക്കളയിലെത്തി ഭക്ഷണമുണ്ടാക്കി. ശേഷം അമ്മയോട് വിളമ്പിത്തരാൻ ആവശ്യപ്പെട്ടു. മകന് ഭക്ഷണം എടുത്തു കൊടുക്കാനെത്തിയ പുഷ്പലതയെ അഖിൽകുമാർ അടിച്ചു വീഴ്ത്തി. പുളികൊണ്ട് പലതവണ കുത്തിയിറക്കി. അമ്മയെ കൊന്ന് മുത്തശ്ശനെ കൊല്ലാനാക്കി പണവും ഫോണും എടുത്ത് അയാൾ കടന്നുകളഞ്ഞു. മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. പുഷ്പലതയെ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത് അന്നാണ്. അപ്പോഴേക്കും ആന്റണി ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും. 2 ആഴ്ചയ്ക്ക് ശേഷം വയോധികൻ മരണത്തിന് കീഴടങ്ങി. പോലീസ് കേസെടുത്ത് വിപുലമായ അന്വേഷണം തുടങ്ങി. കുണ്ടറ ഇരട്ടക്കൊലപാതക വാർത്ത നാടാകെ പരന്നു. വീട്ടിൽ നിന്നും കാണാതായ അഖിൽകുമാറിനെ കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു തുടക്കം മുതലേ അന്വേഷണം. പക്ഷേ അപ്പോഴേക്കും അയാൾ കേരളം വിട്ടിരുന്നു. അനാഥനാണെന്നും കിടക്കാൻ ഇടം വേണമെന്നും പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റി 23-കാരൻ. ആദ്യം കൊട്ടിയത്ത് ഫോൺ വിൽപ്പന നടത്തി. പിന്നാലെ ദില്ലിയിൽ, അവിടെ നിന്ന് ശ്രീനഗറിലേക്ക്. പക്ഷേ കേരള പോലീസ് പിന്നാലെ തന്നെയുണ്ടായിരുന്നു. കൊട്ടിയം പോയി, കൊട്ടിയത്തു നിന്ന് പിന്നെ തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഡൽഹിയിൽ നിന്ന് ജമ്മു, ശ്രീനഗർ ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തു വരുമായിരുന്നു. ഇതിനുവേണ്ടി തന്നെ നമ്മൾ കഴിഞ്ഞൊരു 8-ാം മാസം മുതൽ ഈ 12-ാം മാസമുള്ള കഴിഞ്ഞ 4 മാസക്കാലയളവിൽ ഏകദേശം 5ഓളം ടീമുകളെ നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് വിട്ടിരുന്നു. കൊലയാളിക്കു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ അഖിൽകുമാറിനെ കണ്ടെത്തുക പ്രയാസമായിരുന്നു. പക്ഷേ ഏതു കുറ്റവാളിക്കും ഒരു ദിനമുണ്ട്. അയാൾ തന്നെ അറിയാതെ നൽകുന്ന ഒരു തെളിവ്. അങ്ങനെ കൊലപാതകം നടന്ന് 4.5 മാസം കഴിഞ്ഞു. കശ്മീരിൽ നിന്ന് ഒരു വിവരമെത്തി. ഇരട്ടക്കൊലക്കേസ് പ്രതി ശ്രീനഗറിലുണ്ടെന്ന്. അവിടെ അനാഥനെന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ, സൂപ്പർ മാർക്കറ്റിൽ ജോലി. പക്ഷേ ലഹരിക്കടിമപ്പെട്ട് ലഹരിയില്ലാതെ ജീവിക്കാനാകാത്ത സ്ഥിതി. അങ്ങനെ അമ്മയുടെ ATM കാർഡിൽ നിന്ന് 100 രൂപ പിൻവലിച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തിന്. കേരള പോലീസ് ഉറപ്പിച്ചു കൊലയാളിയെ പൂട്ടാൻ കശ്മീരിലേക്ക് പോകാമെന്ന്. നാലു വർഷം മുൻപ് അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഷം സോളോ ട്രിപ്പ് പോയ സൈക്കോപാത്താണ് അഖിൽകുമാർ. അങ്ങനെ കശ്മീരും പരിസരവും എല്ലാം പരിചിതം. കൂട്ടുകാരില്ല, എല്ലാം മയക്കുമരുന്ന് മാത്രം. +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല. 3 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യും. കുടുംബ പ്രശ്നങ്ങൾ മയക്കുമരുന്ന് ഉപയോഗത്തിൽ എത്തിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുണ്ട്. ടോക്ലെസ്, ഡു മോർ. അതുതന്നെയാണ് അഖിൽകുമാർ എന്ന കൊലയാളിയുടെ ജീവിതവും വരച്ചിടുന്നത്. പ്രതിയെ ഇന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇവരെ പിടികൂടിയത് കുണ്ടറ CI അനിൽകുമാർ, അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള അനീഷ്, അതുപോലെ തന്നെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള നിഷാദ്, ഇവർ 3 പേരും ചേർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതി, ഇത്രയും ക്രൂരനായിട്ടുള്ള, ഇത്രയും നിഷ്ഠൂരനായിട്ടുള്ള ഒരു പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.